രാവിലെ തന്നെ ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടി ചരളിൽ വീടിന്റെ ശുചിമുറിയിൽ വെച്ചാണ് ഒരു രാജവെമ്പാല. ചരളിലെ ബിജേഷിന്റെ വീട്ടിലാണ് കൂറ്റൻ രാജവെമ്പാലയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, കണ്ടാൽ തന്നെ പേടിയാകും. ഈ വീട്ടുകാർ ഇത് നേരിൽ കണ്ടപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ് എന്നത് ഊഹിക്കേണ്ട കാര്യമില്ല. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നത് വരെയും സുരക്ഷിതരായി ഇരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വലിയ കാര്യമായി ക്യാമറയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. മാധവ്, തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഒരു 7 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ ഇരിട്ടിയാണ്. ഇരിട്ടിയിൽ ചരൾ എന്ന് പറയുന്ന സ്വദേശത്തുള്ള ബിജേഷിന്റെ വീട്ടിലാണ് ഈ കൂറ്റൻ രാജവെമ്പാലയെ കണ്ടത്. അത് വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഈ വീടിന്റെ പറമ്പിലൊക്കെ ആണെങ്കിൽ ഇത്തരം പാമ്പുകളൊക്കെ കാണാറുള്ളത്. പക്ഷേ ഇത് വീടിന്റെ ബാത്റൂമിനകത്താണ് ഈ രാജവെമ്പാല ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രീതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്നത്. വീട്ടുകാർ ഈ സംഭവം കണ്ടപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഞെട്ടൽ തന്നെയാണ് അവർക്കും ആദ്യം ഉണ്ടായത്. കാരണം ഈ പാമ്പ് എങ്ങനെയാണ് ഈ ബാത്റൂമിനകത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് ഒരു തരത്തിൽ പോലുമുള്ള ഒരു ഊഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർക്ക് സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയുന്നില്ല. കാരണം ഈ പറയുന്ന ബാത്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ ആ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിനകത്തേക്ക് ഈ രാജവെമ്പാലയെ പോലെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ എത്തുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആ കുടുംബത്തിനും ആ വീട്ടുകാർക്കും ഒക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി 7 മണിക്ക് സംഭവം കാണുന്ന ഉടൻ തന്നെ ഇരിട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ബന്ധപ്പെടുന്നു. അവിടെ നിന്നും അവിടെയുള്ള സെഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഫൈസൽ വിളക്കോട് എന്ന മാർക്കിൻ്റെ പ്രവർത്തകൻ അവിടെ എത്തുകയും ഈ പാമ്പിനെ സുരക്ഷിതമായി പിടിക്കുകയും വനത്തിലേക്ക് തന്നെ തിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാമ്പ് ശല്യം പലയിടങ്ങളിലും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ ബാത്റൂമിലും വീടിൻ്റെ അകത്തുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്നാണ് പറയാനുള്ളത്. മാധു, ശരി, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ അങ്ങനെ മനുഷ്യവാസം ഉള്ളിടത്തേക്കൊന്നും രാജവെമ്പാല കടന്നു വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് ആശ്വസിക്കുന്നവരാണ് നമ്മൾ. അദ്ദേഹം അത്തരക്കാരനല്ല. ഈ മറ്റു പാമ്പുകളെ പോലെ വന്ന് കയറി ഉപദ്രവിക്കുകയൊന്നുമില്ല. ഇത്തിരി റോയൽ ആണ് എന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട് ആശ്വസിച്ചിരിക്കുന്നത്. ദാ വന്നിരിക്കുന്നു കുളിമുറിയിൽ എന്നുള്ളതാണ്. എന്തായാലും വനംവകുപ്പ് തക്ക സമയത്തെത്തി പിടിച്ചു, കാട്ടിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു എന്നതാണ് ഒരു ആശ്വാസം.